പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളുമടക്കം ആഘോഷമാക്കിയ അംബാനി കല്യാണം കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. മുംബൈ നഗരം മുഴുവൻ കല്യാണ ആഘോഷത്തിലായിരുന്നു. രാജ്യത്തലവൻ മുതൽ വമ്പൻ സെലിബ്രിറ്റികൾ വരെ ആനന്ദ് രാധിക മർച്ചന്റ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ നമ്മൾ ഒരാളെ മാത്രം കണ്ടില്ല. ആരും തിരഞ്ഞില്ലേ ഇദ്ദേഹത്തെ? അതോ അംബാനി ഈ നേതാവിനെ വിളിക്കാൻ മറന്നു? ഈ ചോദ്യങ്ങളെല്ലാം ഒരു വീഡിയോ കാരണം ചർച്ച ചെയ്യപ്പെടുകയാണ്. പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ആനന്ദിന്റെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും രാഹുൽ പങ്കെടുത്തിരുന്നില്ല. വിവാഹ ദിവസം രാഹുൽ ഗാന്ധി ദില്ലിയിലെ പിസേറിയയിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. മുകേഷ് അംബാനി നേരിട്ടെത്തി ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിവാഹത്തിന് പോയിരുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോഴിതാ റെസ്റ്റോറന്റിലെ മൂലയിലെ മേശയിലിരുന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൽ രാജ്യത്തെയും വിദേശ രാജ്യത്തിലെയും സെലിബ്രിറ്റികളും നേതാക്കളുമാണ് പങ്കെടുത്തത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. വിവാഹത്തിന്റെ രണ്ടാം ദിവസം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, അജിത് പവാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുകയുണ്ടായി. ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ, NCP നേതാവ് ശരത് പവാർ, ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എന്നിവരും പങ്കെടുത്തു. അതേസമയം വളരെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി, MP രാജീവ് ശുക്ല എന്നിവർ വിരുന്നിനെത്തി. ഇത്രയേറെ നേതാക്കൾ എത്തിയിട്ടും പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഹുൽ ഗാന്ധി എത്താത്തത് വലിയ ചർച്ച തന്നെയാവുകയാണ്. ഒരുപാട് തിരക്കിനിടയിലും സാധാരണക്കാരുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആഡംബരങ്ങളോട് കൗതുകം കാണിക്കാതെ, ഒന്നും മോഹിക്കാതെ തന്നെ സ്നേഹിക്കുന്നവർക്കു വേണ്ടി സമയം കണ്ടെത്തുകയാണ് അദ്ദേഹം. പലപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാറുന്ന രാഹുലിനെ നാം കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ വൈറലായ പല വീഡിയോകളും അതിന് ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുമുണ്ട്. മുംബൈ നഗരം അംബാനി വിവാഹത്തിൽ ലയിച്ചു ചേരുമ്പോഴും രാഹുൽ തന്റേതായ ഇടങ്ങൾ കണ്ടെത്തി സഞ്ചരിക്കുകയാണ്. അവിടെ ആരോടും പകയില്ല, വിദ്വേഷമില്ല, സ്നേഹം മാത്രം. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ വിവാഹം ലോകം കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിൽ ഒന്നായി മാറി. ജൂലൈ 12-ന് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹത്തോടനുബന്ധിച്ച് 40 ദിവസത്തെ അന്നദാനം നടത്തിയിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. പ്രതിദിനം 9,000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന സൗകര്യങ്ങളാണ് മുകേഷ് അംബാനി ഒരുക്കിയിരുന്നത്. ജൂൺ 5 മുതലാണ് അംബാനി കുടുംബം അന്നദാനം സംഘടിപ്പിച്ചത്. ദിവസവും 2 നേരങ്ങളിലായാണ് അന്നദാനം നടത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട അംബാനി കുടുംബം അടുത്തിടെ 50 വിവാഹങ്ങൾ നടത്തിയിരുന്നു. വിവാഹത്തിലെ എല്ലാ വധുക്കൾക്കും നിത അംബാനി 1 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും സമ്മാനമായി നൽകി. പരമ്പരാഗത ഗുജറാത്തി ആചാരപ്രകാരമാണ് അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത്. ഹൽദി, സംഗീത, മെഹന്തി ചടങ്ങുകൾ പല ദിവസങ്ങളിലായി ആഘോഷിച്ചിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് മുകേഷ് അംബാനി റിലയൻസ് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകിയതായും റിപ്പോർട്ടുണ്ട്. മുംബൈ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഉണ്ടായിരുന്നു. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ഓഫീസുകൾക്കെല്ലാം ജൂലൈ 15 വരെ വർക്ക് ഫ്രം ഹോം നൽകി. ട്രാഫിക് നിയന്ത്രണം ഉള്ളതിനാലാണ് ഈ തീരുമാനം. അതിഗംഭീരമായ ആഘോഷങ്ങൾ മുംബൈയിലെ താമസക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മുംബൈയിലെ തിരക്കേറിയ സാമ്പത്തിക ജില്ലയായ ബാന്ദ്ര കുർള കോംപ്ലക്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിവാഹവേദിക്ക് ചുറ്റും ജൂലൈ 12 മുതൽ 15 വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിയന്ത്രണം ഇന്ന് അവസാനിക്കും. മുംബൈയിലുടനീളമുള്ള ഹോട്ടലുകളും വിവാഹത്തോടനുബന്ധിച്ച് തിരക്കിലായിരുന്നു. എവിടെയും മുറികൾ കിട്ടാനില്ല. ഹോട്ടൽ മുറികളുടെ നിരക്കുകൾ വർദ്ധിച്ചു. ജൂലൈ 10 മുതൽ 14 വരെ ട്രൈഡന്റ്, ഒബ്രോയ് തുടങ്ങിയ വേദികൾ പൂർണ്ണമായി ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ BKCയിലെ ആഡംബര ഹോട്ടലുകൾ ഒരു രാത്രിക്ക് 1 ലക്ഷം വരെ ഈടാക്കിയിരുന്നു. ഈ ആഡംബരത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ചർച്ചയാകുന്നതെന്നതും ശ്രദ്ധേയമാണ്.